ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ട് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോണ ഒരു വീഡിയോ ആണ് ഇടുന്നത്. ചിന്ന റോഡൊക്കെ എത്തുമ്പോഴാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അവിടെയുള്ള ചെക്ക് പോസ്റ്റിലൊക്കെ വണ്ടിയൊക്കെ നിർത്തി പതുക്കെ അവിടെ നിന്ന് പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വണ്ടിയൊക്കെ എടുത്തത്. അവിടെ നിന്ന് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 30 കിലോമീറ്റർ സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിക്കാൻ പാടുള്ളൂ, അനിമൽസിനെ കണ്ടുവച്ചാൽ ഒരിക്കലും വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ അനിമൽസിനെ ഡിസ്റ്റർബൻസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ല, റെസ്റ്റൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നിറയുണ്ട് ഇടയിലിടയിൽ. കാരണം ഒരുപാട് കിലോമീറ്റർ മൂന്നാറിലേക്കും മറയൂരിലേക്കും സഞ്ചരിക്കണം, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, റോഡിൻ്റെ നടുവിൽ തന്നെ നിൽക്കണം. പിന്നെ നിറയെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ പേര് നിർത്തി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിർത്തി ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത ശേഷം പോയി. പിന്നെ സിംഹവാലൻ കുരങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ടാണ് സിംഹവാലൻ കുരങ്ങിനെ കാണുന്നത്. ഇങ്ങനൊരു ജേണി പോകണമെന്ന് തന്നെ ആദ്യമായിട്ടാണ് ലൈഫിൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഹൗസ് വാമിങ്ങിനെ പോയതാണ് ഞങ്ങൾ. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റുള്ള സ്ഥലമാണ് ഇടുക്കി മൂന്നാർ എന്ന് പറയുന്നത്. ചിന്ന റോഡ് നിറയെ ഹമ്പും വളവ് തിരിവുള്ള റോഡായതുകൊണ്ട് ഏട്ടങ്ങനെ ഹോൺ അടിച്ചിട്ടേ ഇരിക്കുകയായിരുന്നു. കണ്ടില്ലേ, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഓരോ വണ്ടികൾ വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ ഇതാണ് വന്നിട്ട് തൂവാനം വെള്ളച്ചാട്ടം. ഞങ്ങൾ അവിടെ പതുക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെയാണ് പോയത്. കണ്ടില്ലേ, പ്രകൃതി എത്ര മനോഹരമാണെന്ന്. ഒരു ട്രിപ്പ് ഇങ്ങനെ മൂന്നാറിലേക്ക് വാൾപ്പാറ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ അറിയണത്. നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. നട്ടുച്ചയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. ഇത് വന്നിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഇതാ ഫാൾസിൻ്റെ അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസമായതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അവിടെ പോകണം കാണണം എന്നുള്ളതുകൊണ്ട് ഓരോ ഭാഗത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാഗമൺ എസ്റ്റേറ്റ് റൂട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കണ്ടില്ലേ, നല്ല പച്ചപ്പുള്ള നല്ല സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ പോകണമെങ്കിൽ ആ ഒരു വെയിലോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പും കോടമഞ്ഞും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് മൂന്നാർ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. റൈഡിനാണെങ്കിലും നല്ല സൂപ്പറായിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, പെട്ടെന്ന് വണ്ടികൾ വരുന്ന വളവും തിരി റോഡായതുകൊണ്ട് നമ്മൾ അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കണം. തേയില നുള്ളുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ തേയിലയൊക്കെ നുള്ളി കൊണ്ടുവന്ന് വണ്ടി കയറ്റുന്ന കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത്. ഇതൊന്ന് ലക്കൺ വാട്ടർഫാൾസ് കുരങ്ങിനെ കണ്ടു. ഇവിടെ നിറയെ കുരങ്ങുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കാൻ വേണ്ടി പോയതാണ്. വണ്ടി സൈഡൊക്കെ ഒതുക്കി ഞങ്ങൾ ലക്കൺ വാട്ടർഫാൾസിൻ്റെ അകത്ത് പോയി. കുളിക്കുന്നവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ കുളിക്കാനൊന്നും നിന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തിരിക്കണം എന്ന് പറഞ്ഞാൽ കുളിക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ചിച്ചുവിനെ കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാൻ വിട്ടിട്ട് അവിടെ നിന്ന് മടങ്ങിയതാണ് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ്.